ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രണ്ട് ചേരുവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കഴിക്കാൻ കറിയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. സ്കൂളിൽ കൊടുത്ത് വിടാനും അതേപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. എപ്പോഴും വീട്ടിൽ കാണുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ആയിട്ട് ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ കൊണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതില്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതാകുമ്പോൾ നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിനെ സോസ് പാൻ എടുക്കുക, അതിലോട്ട് ഇതിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. വേകുന്ന സമയത്ത് നമുക്കിനാവശ്യമുള്ളത് ഒരു കുഞ്ഞ് സവാളയാണ്. ഇത് നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അവിടെ വേവുമ്പോഴത്തേക്കും നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ, ഏകദേശം 1 ടേബിൾ സ്പൂൺ അടുത്ത് മതി ഓയിൽ, അത് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഇതൊന്ന് ചൂടായി വരണം. പാനിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴണ്ടി കിട്ടും. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മറ്റ് മസാലകളൊന്നും ഇല്ല, കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് ഇത് മസാലയായിട്ട് ഞാൻ ചേർക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടാറ്റോ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് ഊറ്റിയെടുക്കണം. നമുക്ക് ഊറ്റിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഓൾറെഡി ഇത് വെന്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ആയം പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല റെഡിയാവും. വേറെ ഞാൻ പറഞ്ഞില്ല, മഞ്ഞളോ മുളക് പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എരിവ് കുരുമുളകിന് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പെല്ലാത്ത ആവാൻ വേണ്ടിയിട്ടാണ് മിക്സാക്കി കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഹെൽത്തിയാണ്, എന്നാൽ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഉപ്പെല്ലാത്ത മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ചപ്പാത്തിൻ്റെ ഡോ ആക്കി മാറ്റാം. കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടല്ലോ, നല്ല മൃദുവായിട്ട് തന്നെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റിൽ. നമുക്ക് ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയതിന് ശേഷം നമുക്ക് 4 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇതിനെ കണ്ടല്ലോ, 4 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. 4 ഡോ ആക്കി മാറ്റാം. ഇനി നമുക്ക് ഓരോന്നിനെയും ഇങ്ങനെ ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ 4 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ആ മസാല റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പരത്തിയിട്ടാവും, ഇല്ലെങ്കിൽ കൂടുതൽ സമയമൊന്നും ചിലവാക്കണ്ട. അപ്പോഴത്തേക്കും നല്ല മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഇനി നമുക്ക് മസാലയിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഒരിക്കലും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ചപ്പാത്തി എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതേപോലെ അരികളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വലിച്ചതിന് ശേഷം. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതിനായിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. കത്തി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് റൗണ്ടിൽ കിട്ടണമെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഞാൻ കത്തി കൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. ഇങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തിയും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പാത്രം ഈ പാനും ആ ചില്ല് പാത്രവും മാത്രമാണ്. കൂടുതൽ പാത്രങ്ങളൊന്നും എടുക്കാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അധികം നമുക്കൊക്കെ മടിയാണല്ലോ പാത്രമൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഒറ്റൊരു പാത്രവും ഒരു പാനും വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ അത് വേവിക്കാനായിട്ട് ഒരു സോസ് പാനും, അത്ര തന്നെ.
ഇനി നമുക്ക് ഒരു വശം റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്, നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പൊരിഞ്ഞ് കിട്ടണം. ആ സൈഡിലും ചിട്ടത് കൊടുത്തതിന് ശേഷം ആ സൈഡിലും 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈക്വലായിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ 2 റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. സ്കൂളിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരാനും അതേപോലെ തന്നെ അപ്പുറത്തുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.